അക്ഷര കോവിലിൻ തിരുമുറ്റത്ത് ഒത്തുചേർന്നൊന്നായി ചൊല്ലിടാം സന്തതം അദ്വൈത ബോധത്തിൻ വൈഖരികൾ, അദ്വൈത ബോധത്തിൻ വൈഖരികൾ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. എന്റെ കല്ല് ഞാൻ 4 സ്റ്റെപ്പ് ചാടിച്ചു. ഇപ്പൊ എന്തായി? നീ എന്തോക്കിക്കുക? ഞാൻ നിന്നെ വെട്ടിച്ചു. തോറ്റു സമ്മതിച്ചോ? നീ ആ സൈക്കിള് കണ്ടോ? അതവന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുകൊടുത്ത. എന്തു ഭംഗിയുള്ള സൈക്കിളാ. ആ സൈക്കിൾ ഇട്ടിപ്പിന് അവന് ഭയങ്കര സ്റ്റൈലാ. ഒരു സൈക്കിള് വാങ്ങണം, എന്നിട്ട് നമുക്ക് രണ്ടാം കൂടി എല്ലായിടത്തും കറങ്ങണം. എല്ലായിടത്തും പോയില്ലെങ്കിലും ആ തടിയന്റെ മുന്നിൽ കൂടെ എന്തായാലും സ്റ്റൈലായിട്ട് പോണം. അതിനൊക്കെ വലിയ പൈസ ആവില്ലേ? എവിടുന്നാ അത്രയും പൈസ കിട്ടുക? ഇത്തവണ പാസ്സായ അച്ഛനോടൊരു സൈക്കിള് വാങ്ങി തരാൻ പറഞ്ഞു നോക്കാം. നീ പറഞ്ഞു നോക്ക്. നമുക്ക് പോവാം. ഇനി വേഗം അമ്മയുടെ നല്ല ചീത്തയേക്കും. ഇനി 2 മാസം അവധിയല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാടാ. ഒരുപാട് വേഗം അമ്മയുടെ നല്ല തല്ല് കിട്ടും. നീ വാ. കുറച്ച് ദിവസം കഴിഞ്ഞ വിഷുവായില്ലേ, എന്താ പരിപാടി? അച്ഛനോട് പറഞ്ഞേ മാവുമ്മ ഒരു ഊഞ്ഞാല് കെട്ടിക്കണം. രഘുവും മാലും അമ്മ ഒക്കെ ഉണ്ടാവും ഊഞ്ഞാലാടാൻ. വിഷുവിൻ്റെ അന്ന് പടക്കവും കമ്പിത്തിരിയും മത്താപ്പും ഒക്കെ കത്തിക്കണം. എന്തായി, നിന്റെ അമ്മയുടെ അസുഖം ഭേദായോ? മുഴുവനായിട്ട് മാറിയിട്ടില്ല, എന്നാലും പണിക്ക് പോണ്ട്. അല്ലാണ്ട് എങ്ങനെയാ വീട്ടിലെ കാര്യങ്ങൾ നടക്കുക? എന്നാ ശരി, ഇനി സ്കൂള് തുറക്കുമ്പോ കാണാം. അപ്പു, നീ ആരുടെ മാവില് മാങ്ങറിയാൻ നിന്നിട്ട് അത്ര വൈകിയേ? ഏയ്, കളിക്കാൻ എന്നിട്ട് വൈകിയതാ. ഇനി 2 മാസം പറമ്പിന്ന് കയറുന്നുണ്ടാവില്ല. എപ്പോഴും കളി തന്നെയാവും. ഇനി 2 മാസം സുഖായില്ലേ അപ്പു? പരീക്ഷയൊക്കെ നന്നായി എഴുതിയോ? എല്ലാ പ്രാവശ്യവും നീ ഇങ്ങനെ തന്നെയാ പറയാറ്. നീ അറിഞ്ഞോ, വിഷുവിന് വേണുമാമ പറഞ്ഞിട്ടുണ്ട് ബോംബെന്ന്. വേണുമാമിയോ? ഈ വിഷുവിനോ? അങ്ങനെയാണെങ്കി ഇത്തവണത്തെ വിഷു കലക്കും. പടക്കവും കമ്പിത്തിരിയൊക്കെ വേണുമാമ കൊണ്ടുവരുമോ ബോംബെന്ന്? പിന്നെ അതൊക്കെ ഇവിടെ കിട്ടാഞ്ഞിട്ടാണോ? അപ്പു, ഇത് മുഴുവൻ കഴിച്ചില്ലല്ലോ. എനിക്ക് മതിയായി. കൊല കൊല മുന്തിരി വര വര ചുറ്റുക, കൊല കൊല മുന്തിരി വര വര ചുറ്റുക. അറിഞ്ഞോ, വേണുമാമ വരണ്ടിത്രേ വിഷുവിനെ. എന്നോട് അമ്മ പറഞ്ഞു. ഏട്ടൻ ഇപ്പോൾ അറിയണേ, ഞങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞു. അത് ശരി, എന്നാ പിന്നെ ഞാനിങ്ങനെ ഓടണോ? അത് സാരല്ലടാ, ഓടണതേ ശരീരത്തിന് വളരെ നല്ലതാ. അതുകൊണ്ടാവും നിന്റെ ശരീരം ഇങ്ങനെ ഇരിക്കണേ. വേണുമാമയും കൂടെ എത്തിയാ ഇത്തവണത്തെ വിഷു അടിപൊളിയാവും. അതിന് പിന്നെ സംശയമുണ്ടോ? എല്ലാ കൊല്ലവും ഉത്സവത്തിന് പറഞ്ഞ വേണുമാമ ഇക്കൊല്ലം വിഷുവിനും കൂടി വരാന്ന് പറഞ്ഞാ നമുക്ക് കളിക്കണം. അതെ, വിഷു വരെ ഇനി സമയമുണ്ട്. നീ വന്നേ, നമുക്ക് കളിയോടരാം. കൊല കൊല മുന്തിരി വര വര ചുറ്റുക, കൊല കൊല മുന്തിരി വര വര ചുറ്റുക. അടിക്കടാ 6. ഓടറ ഓടറ ഓട്. ഓടിക്കോടിക്കോ, ഓടാ.
സാധനങ്ങൾക്കൊക്കെ എന്താ വില. എന്നാലും വിഷുവും സംക്രാന്തിയും വന്നാൽ വാങ്ങാതിരിക്കാൻ പറ്റുമോ? അല്ല, ഇത് ആരാ വന്നിരിക്കണേ? വേണുവോ? വേണു എപ്പോഴാ എത്തിയേ? ഉച്ച കഴിഞ്ഞു. നീ വല്ലാണ്ട് ക്ഷണിച്ചിരിക്കണല്ലോ. കഴിഞ്ഞ തവണ വന്നപ്പോ ഇതിനേക്കാ ഭേദമായിരുന്നു. രണ്ടുപേരും നന്നായി പഠിക്കുന്നില്ലേ? സുധേമോനും വന്നില്ലേ? അവൾക്ക് ലീവ് കിട്ടിയില്ല. ഉത്സവത്തിന് എല്ലാവരും ഉണ്ടാവും. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചല്ല. കമ്പനിയുടെ ഒരു ആവശ്യത്തിന് കൊച്ചു വരെ വരേണ്ട ആവശ്യം തരുന്നു. വിഷു അല്ലേ, എന്തായാലും അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. വേണു, ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട, ഞാൻ ഇപ്പം തറവാട്ടൊന്ന് കുടിച്ചോളൂ. എന്നാ ഞാൻ ഇറങ്ങാ. എന്താ പോവോ, വിഷുവായിട്ട് പടക്കൊന്നും പൊട്ടിക്കണില്ലേ? സന്ധ്യയായിട്ട് തുടങ്ങാന്ന് വെച്ചിട്ടാ. മാമ ബോംബെന്ന് പടക്കൊന്നും കൊടുന്നില്ലേ? ബോംബെയിൽ പടക്കൊന്നുമില്ലേ കുട്ടാ, അവിടെ ഇപ്പൊ ബോംബാണ്, ബോംബ്. അമ്മോ, നീങ്ങിന്ന് എത്തിക്ക്. ഇനി വേഗം പോയി കുളിച്ചു വരൂ. ആഘോഷമൊക്കെ അമ്മാവനും മക്കളും നേരത്തെ തുടങ്ങിയല്ലേ? കുട്ടികളുടെ ആഘോഷല്ലേ. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? അതെ. പ്രഭാകരൻ ഇരിക്കൂ. എന്തൊക്കെയായിട്ടാ വിശേഷങ്ങള്? അങ്ങനെ പോകുന്നു. എല്ലാരും കളിക്കാതിരിക്കയാ. മുത്തശ്ശിയുടെ വക വിഷ്കേട്ടം വേണ്ടേ? ട്രാൻസ്ഫറിന്റെ കാര്യമൊക്കെ ശരിയായോ? ട്രാൻസ്ഫറിന്റെ കാര്യം ചുവപ്പ് നാടിയല്ലേ, സർക്കാരിന്റെ കാര്യം മുറ പോലെ നടക്കും. ആ, വിളവൊക്കെ എങ്ങനെ? വളരെ മോശ. ഇനി വല്യച്ഛന്റെ വക അവൻ വിഷു കേട്ടണം. വരും കുട്ടികളെ, നന്നായി വരട്ടെ. സന്തോഷായില്ലേ മീനു? നിങ്ങൾക്കൊന്നും കഴിക്കേണ്ട കുട്ടികളെ, അകത്തേക്ക് വാ. വാ പ്രഭാകര. വേണുമാമയുടെ വകൊന്നും കിട്ടിയില്ല. ഇത്തവണ വിഷു കേട്ടല്ല. പകരം ഞാനൊരു സമ്മാനം തരാം. അതിനു മുമ്പൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കാശ് കൊണ്ട് എന്ത് ചെയ്യും? എനിക്കൊരു പുതിയ ഉടുപ്പ് വേണം. എനിക്കൊരു ബാഗ്. എന്റെ ചെരുപ്പ് ചീത്തയായി, ഒരു ജോഡി പുതിയത് വാങ്ങണം. അപ്പോനൊന്നും വാങ്ങണ്ടേ? എനിക്കൊരു സൈക്കിള് വാങ്ങണം. പക്ഷേ അതിനിപ്പോ ഈ കാശ് പോരാ അല്ലേ? അതിനിപ്പോ എന്ത് ചെയ്യും?
അതിനുള്ള സൂത്രമാണ് മാമ കൊണ്ടുവന്നിരിക്കണേ. അതിപ്പോ കൊണ്ടുവരാം. എന്താടാ? ആ എനിക്കറിയില്ല. നിങ്ങക്ക് എന്താണെന്നറിയോ? കുടുക്ക. അതെ, ഇന്ന് കിട്ടിയ കാശ് അനാവശ്യമായി കളയാതെ ഇതിനകത്തിട്ട് സൂക്ഷിക്കണം. അതുപോലെ ഇനി കിട്ടുന്ന കൊച്ചു കൊച്ചു തുകകളും ഇതിനകത്തിട്ട് വയ്ക്കണം. ഒടുവിൽ കൊടുക്കാൻ അറിയുമ്പോൾ അപ്പോൾ വിചാരിച്ച പോലെ ഒരു സൈക്കിൾ സ്വന്തമാക്കാൻ കഴിയും. അടുത്ത തവണ മാമ ഉത്സവത്തിന് വരുമ്പോഴേക്കും നിങ്ങളുടെ ഈ കൊടുക്കാൻ നനഞ്ഞിട്ടുണ്ടാവണം. അന്ന് നമ്മൾ തുറന്ന് എണ്ണി നോക്കും. ഏറ്റവും വലിയ സമ്പാദ്യമുള്ള ആൾക്ക് മാമയുടെ ഒക്കെ സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പോൾ ഇന്നലെ തുടങ്ങാം അല്ലേ? ആ ഇനി എന്താ വേണ്ടേ? 2 തീപ്പെട്ടി എന്നിട്ട് കൂട്ടിക്കോ. ₹67.
പുതിയ അധ്യയന വർഷം തുടങ്ങിയില്ലേ? എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കില്ലേ? ആരാ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുക? ആരാ അഗജ? വാ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ഇന്ന് ആദ്യത്തെ ദിവസമായ കാരണം ഇപ്പൊ എല്ലാവരും വീട്ടിൽ പോയിക്കോളൂ. നാളെ മുതൽ റെഗുലർ ആയിട്ട് ക്ലാസ് ഉണ്ടാവും ട്ടാ.